സന്ദീപ് പാഠക് എംപിക്കെതിരെ കേസെടുത്ത് പഞ്ചാബ് പോലീസ്. കള്ളപ്പണം വെളുപ്പിക്കൽ, അഴിമതി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പാഠകിന്റെ വസതിയിൽ പോലീസ് പരിശോധന നടത്തി. ആം ആദ്മി പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെയാണ് കേസ്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. റഷീദ്, എന്താണ് സന്ദീപ് പാഠകിനെതിരായ കേസ്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ പഞ്ചാബ് സർക്കാരും പോലീസും ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ കള്ളപ്പണം വെളുപ്പിക്കൽ, അഴിമതി എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പഞ്ചാബിലെ 2 ജില്ലകളിൽ ആണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചാബ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്നുള്ളതിൽ ഇതുവരെയും പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പഞ്ചാബിലെ വസതിയിലും ഡൽഹിയിലെ വസതിയിലും പഞ്ചാബ് പോലീസ് പരിശോധന നടത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ നടന്നിട്ടുള്ള പരിശോധനയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ സന്ദീപ് പാഠക് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഒരു വാഹനത്തിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും താൻ ഏതെങ്കിലും തരത്തിൽ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സന്ദീപ് പാഠക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണം നടത്തിയിട്ടുള്ളത്. സത്യസന്ധമായി തന്നെയാണ് താൻ MP ആയി പ്രവർത്തിച്ചിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ പഞ്ചാബിനെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിലൊന്നും താൻ ഇടപെട്ടിട്ടില്ല എന്നുള്ള പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആദ്യഘട്ടത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണത്തിലേക്ക് സന്ദീപ് പാഠക് തയ്യാറാവുകയും ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കറിയാം, 2022 ശേഷം ആം ആദ്മി പാർട്ടിയുടെ ചാണക്യൻ എന്ന് തന്നെ അറിയപ്പെടുന്ന സന്ദീപ് പാഠക് പൊടുന്നനെയാണ് ആം ആദ്മി പാർട്ടി വിടുകയും പിന്നീട് BJPയിൽ ചേരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ BJPയിൽ ചേർന്നിട്ടുള്ള MP മാരെ അയോഗ്യരാക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളടക്കം മുന്നോട്ട് വെക്കുകയും രാഷ്ട്രപതി അടക്കം കണ്ടുകൊണ്ട് ഇവരെ തിരിച്ചു വിളിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം വരും ദിവസങ്ങളിൽ ഉന്നയിക്കാൻ പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സന്ദീപ് പാഠകിനെതിരെ നിയമ നടപടികൾ കൂടി സർക്കാർ എടുത്തിരിക്കുന്നത്. 2 എഫ്ഐആറുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അജിത്, ശരി.